ഏകദേശം 45-50 ദിവസത്തോളമായ കമ്പോസ്റ്റാണ്. വീട്ടിൽ വന്ന കിച്ചൺ വേസ്റ്റുകളെല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് ഇനോക്കുലം പ്രോപ്പറായിട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള കിച്ചൺ വേസ്റ്റ് ലാസ്റ്റ് കിട്ടും. മുട്ടത്തോട്, മീനിൻ്റെ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, ബാക്കി വരുന്ന ആഹാര അവശിഷ്ടങ്ങൾ, പച്ചക്കറി വേസ്റ്റ്, എല്ലാ സാധനങ്ങളും വെള്ളം ഇല്ലാതെ, ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാത്ത രീതിയിൽ ഇതിൽ നിക്ഷേപിച്ച് ഇനോക്കുലം പൊടിയും പ്രോപ്പറായിട്ട് ഇട്ടതിൻ്റെ പ്രകാരം ഒരു 50 ദിവസത്തോളം ആയപ്പോൾ കിട്ടിയ നല്ല കിച്ചൺ വേസ്റ്റാണിത്. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് നോക്കി മറ്റ് വീഡിയോകൾ കണ്ടാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്. ഇത്രത്തോളം സക്സസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ നമുക്ക് വീട്ടമ്മമാർക്ക് എല്ലാം ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതെനിക്ക് മറ്റ് ഗ്രോ ബാഗിൽ നിറച്ച് കൃഷി നടാൻ പാകത്തിന് ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അത് എൻ്റെ അടുത്ത ബിന്നി നിറച്ചതാണിത്. ഇത് രണ്ടാമത് നിറച്ച ബിന്നാണ്. ഇതിൽ ഏകദേശം വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതും ഏകദേശം ഡ്രൈ ആയി വരുന്നുണ്ട്. കണ്ട, ഒരു സ്മെല്ലോ ഒന്നും തന്നെ ഇല്ല. എല്ലാ ഫിഷ് വേസ്റ്റുകളെല്ലാം ഞാൻ ഇതിലിടും. ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാകാൻ പാടില്ല. ഫുഡ് വേസ്റ്റുകളെല്ലാം ഇതിലിടാം. പുഴുക്കളില്ല, മറ്റ് ജീവജാലങ്ങളൊന്നും തന്നെ ഇല്ല. ഇതിലെന്തോ ചെറിയ ഒരു സൈസ് പ്രാണികൾ വന്നിട്ടുണ്ട്, അല്ലാതെ ഇതിൽ പുഴുക്കൾ വന്നിട്ടേ ഇല്ല. ഇങ്ങനെ വെച്ചിട്ട് ഇത് ഞാൻ ലാസ്റ്റ് നിറച്ചുകൊണ്ടിരിക്കും. ഇത് ഞാൻ ലാസ്റ്റ് നിറച്ചുകൊണ്ടിരിക്കുന്ന ബയോബിന്നാണ്, മൂന്നാമത്തേത് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് ഏകദേശമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്യാം. നമുക്ക് വേസ്റ്റുകളൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമുക്ക് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റാക്കി മാറ്റി നമുക്ക് കൃഷികൾ, അടുക്കളയിലേക്ക് ആവശ്യമായ കൃഷികൾ നടാവുന്നതാണ്.